ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ, അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്ന ഒരു സീസൺ ആണ് ഇത്. എവിടെ പോയാലും എല്ലാവരും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ക്രേസി ആയിട്ടുള്ള ഡിസ്കൗണ്ട്, അതായത് എല്ലാത്തിനും വലിയ വിലക്കുറവ്, നമുക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒരു വിലക്കുറവിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇതിനൊരു പ്രത്യേകത എന്ന് എല്ലാവരും എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു. ഇത് ആക്ച്വലി ജെനുവിൻ ആണോ, അത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു ട്രാപ്പ് ആണോ ഇത്? ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ സെയിൽസിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, അതുകൂടാതെ കൂടുതലും ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, മാത്രമല്ല എങ്ങനെയാണ് നമുക്ക് പണം സേവ് ചെയ്യാൻ പറ്റുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപ ലാഭിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ആദ്യം ഇത്തരത്തിലുള്ള ഒരു സെയിലിന്റെ സ്കെയിൽ എന്തൊക്കെയാണ്, അതായത് എത്രത്തോളം വലുതാണ് ഈ ഒരു സീസൺ സമയത്ത് ഇത്തരത്തിലുള്ള ഓഫറുകൾക്ക് സെയിൽ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സെയിലിന്റെ വലിപ്പം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം നവരാത്രി സെയിൽസ് ഉണ്ടായിരുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, അജിയോ, മീഷോ എന്നീ വെബ്സൈറ്റുകൾ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ആണ് നടത്തിയത്. എന്നാൽ ഈ വർഷം അത് 1.2 ലക്ഷം കോടി രൂപയാവാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 20,000 കോടി രൂപ കൂടുതൽ. ഇത് എൻറ്റയർ IPL ബിസിനസിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബിസിനസിന്റെ വലിയൊരു കയറ്റം ഇവിടെ ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് GST ഉണ്ടായ ഡിഡക്ഷൻ ആണ്. അതായത് സെപ്റ്റംബർ മുതൽ GST നിരക്കിൽ കാര്യമായ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ പർച്ചേസ് ഡിലേ ചെയ്തു. മാത്രമല്ല 12 ലക്ഷം രൂപയിൽ കുറവ് പ്രതിവർഷ വരുമാനമുള്ള ആളുകൾക്ക് ഈ വർഷം മുതൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അതിനർത്ഥം കൂടുതൽ പണം കയ്യിലുണ്ടാകും എന്നതാണ്. ഏറ്റവും വലിയ മറ്റൊരു കാരണം എന്ന് പറയുന്നത് വലിയ വലിയ ഡിസ്കൗണ്ടുകൾ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നു. സോ ഈ എല്ലാ ഫാക്ടറുകളും ഒരുമിച്ച് വരുന്ന സമയത്ത് റെക്കോർഡ് സെയിൽസ് ആണ് ഈ ഒരു സീസണിൽ, ഈ ഒരു നവരാത്രി സീസണിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. കൂടുതൽ ആളുകളും ഇമ്പൾസ് ബൈയിങ് എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐഫോൺ 16 128 GB ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 79,900 രൂപയാണ്. അത് സെയിൽ പ്രൈസിലേക്ക് എത്തുന്നത് 66,990 രൂപയ്ക്കാണ്. കാർഡ് ഓഫറും കൂടെ ഉണ്ടെങ്കിൽ 62,740 രൂപയ്ക്ക് ഈ ഐഫോൺ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സോണി ബ്രാവിയ 55 ഇഞ്ച് ടിവിക്ക് ഒറിജിനൽ പ്രൈസ് 99,990 രൂപ ആയിരിക്കുന്ന സമയത്ത് 55,990 രൂപയാണ് സെയിൽ പ്രൈസ് ആയി കൊടുക്കുന്നത്. അത് കാർഡ് ഓഫറിലേക്ക് വരുന്ന സമയത്ത് 49,990 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ടോ? നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഒരു ഫോൺ ഉണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടിവിയും ഉണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് വെബ്സൈറ്റുകൾ പറയുന്നു ഈ ഒരു ഡീല് 15 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അവരൊരു അർജൻസി കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഓഫർ തീരുന്നതിന് മുമ്പ് എനിക്കിത് വാങ്ങിയേ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, അത് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ പ്രധാനമായും പയറ്റുന്നത്. ഫൈനലി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണെങ്കിൽ പോലും നിങ്ങൾ അത് വാങ്ങുന്നു. പിന്നീട് അതോർത്ത് നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് അത് മറിച്ച് വിൽക്കാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സോ ഓൾവേസ് ആസ്ക് യുവർ സെൽഫ്, ഇത് നിങ്ങളുടെ ഒരു നീഡ് ആണോ അല്ല ഒരു വാണ്ട് ആണോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ വെറുതെ ഏതായാലും ഓഫർ നടക്കുന്നതല്ലേ എന്നാലും വാങ്ങിയേക്കാം എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് ഇത്തരത്തിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരിക. മറ്റൊരു ട്രാപ്പ് എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓഫർ അടക്കം ഇത്ര വിലക്കാണ് കൊടുക്കുന്നത്, അതായത് കൂട്ടിയ വില കുറച്ച് അത് ഓഫറായി കാണിച്ച് നോർമൽ വിലയ്ക്ക് വിൽക്കുക. ഇതിന് ആക്ച്വലി ഫേക്ക് പ്രൈസിംഗ് എന്നാണ് പറയുന്നത്. മാത്രമല്ല പലപ്പോഴും നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണുന്ന പല പ്രോഡക്റ്റുകളും 2-3 ദിവസത്തിന് ശേഷം വീണ്ടും ആ ലിസ്റ്റിലേക്ക് വരുന്നു വലിയ വിലയ്ക്ക്. അതുകൂടാതെ കൂടുതൽ ആളുകളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ചു നോക്കാറേയില്ല. കൂടാതെ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് കമ്മീഷൻ വാങ്ങിക്കൊണ്ടാണ്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടത്തി ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയും ഇപ്പോൾ നിലവിലുണ്ട്. സോ എങ്ങനെയാണ് ഒരു ഓഫർ റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കുന്നത്? ബൈഹാഡ്കെ അല്ലെങ്കിൽ പ്രൈസ് ട്രാക്കർ ടൂൾസ് പോലെയുള്ള വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ഒറിജിനൽ പ്രൈസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈസ് ഹിസ്റ്ററി അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഡിസ്കൗണ്ട് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐഫോൺ ക്രേസ്. ആളുകൾക്ക് ഇന്ന് ഐഫോണിനോട് വല്ലാത്ത ഒരു ക്രേസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കയ്യിൽ അത്ര പണമില്ലെങ്കിൽ പോലും നമ്മൾ ഐഫോൺ വാങ്ങിക്കുക, അത് നമ്മുടെ എന്തോ പ്രസ്റ്റീജിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ വിറ്റഴിഞ്ഞ ഐഫോണുകളിൽ 80% ആളുകൾ EMI-ലാണ് വാങ്ങുന്നത്. മാത്രമല്ല നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അടുത്ത വർഷം വിൽക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും 1 ലക്ഷം രൂപ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഒരു 60,000 രൂപ കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കാം. സോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി മാത്രം ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണോ, നമുക്ക് എന്തെങ്കിലും വാല്യൂ അത് ആഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെലവഴിക്കുക. അതല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ പ്രഷറായി നിങ്ങളിൽ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടും. ഇതിനിടയിൽ
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോയുടെ വ്യൂവേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു ഓഫർ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുണ്ട്. ഇത് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനോ ഒന്നുമല്ല, നിങ്ങളുടെ സ്കില്ലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിലവിൽ 499 രൂപ വിലയുള്ള മൈക്രോസോഫ്റ്റ് AI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 299 രൂപയ്ക്ക് ലഭിക്കുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ വീഡിയോയുടെ വ്യൂവേഴ്സിന് മാത്രമാണ് ഈ ഓഫർ നിലവിലുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പെൻസസിനെ കുറിച്ചും ഫേക്ക് ഓഫേഴ്സിനെ കുറിച്ചുമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ എല്ലാ എക്സ്പെൻസസും അത്ര മോശമാണോ? ഒരിക്കലുമല്ല. നമ്മൾ കൃത്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നെങ്കിൽ പ്രതിമാസം വെറും 699 രൂപയ്ക്ക് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ലഭിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കോടികൾ കവറേജ് തരുന്ന ഇൻഷുറൻസ് സ്കീമാണ് പോളിസി ബസാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. 15% ഡിസ്കൗണ്ടോട് കൂടിയ ഈ ഒരു ഇൻഷുറൻസ് ഏറ്റവും വിശ്വസനീയമായ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടാം. അതുകൂടാതെ 400 മുതൽ 500 രൂപ വരെ പ്രതിമാസം നിങ്ങൾ അടയ്ക്കേണ്ട രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസും പോളിസി ബസാർ നിങ്ങൾക്കായി നൽകുന്നു. കോടികളുടെ കവറേജ് ആണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെറും ചെറിയ സമയത്തിനുള്ളിൽ, അതായത് വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച്. പ്രത്യേകിച്ച് ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന സ്കീമുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അതെ, അവർ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് തന്നെ ഓഫർ ചെയ്യും. ഉദാഹരണത്തിന് ആമസോൺ SBI കാർഡിൽ 6000 രൂപയുടെ ഓഫറാണ് ഉള്ളത്. കൂടാതെ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡിന് 4000 രൂപയുടെ ഡിസ്കൗണ്ടും ഇന്ന് നിലവിലുണ്ട്. ഇത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ ട്രാപ്പ്. ഇത് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ പ്രതിമാസ ശമ്പളം 30,000 രൂപയാണ്. നിങ്ങൾ 90,000 രൂപയുടെ ഐഫോൺ നിങ്ങൾ വാങ്ങാൻ പോകുന്നു. 5000 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ഈ ഓഫർ കണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കൂടുതൽ ആളുകളും വാങ്ങും എന്ന് മാത്രമേ പറയുകയുള്ളൂ. പക്ഷേ ഐഡിയലി നിങ്ങളുടെ ഫോണിന്റെ വില നിങ്ങളുടെ പ്രതിമാസ ശമ്പളത്തിനേക്കാൾ കുറവായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ലേറ്റ് ആയിട്ടുള്ള EMI-കൾക്ക് 16% അതിന്റെ പലിശ നിരക്കും പെനാൽറ്റിയും പ്രോസസിംഗ് ഫീസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഡ്രോപ്പ് ആവുന്നു, നിങ്ങൾ നിത്യകടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്നത് അതിലും മോശമായ ഒരു കാര്യമാണ്. 25% പലിശ നിരക്ക്. ഇത് ആക്ച്വലി പകൽ കൊള്ളയാണ്. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇപ്പോഴത്തെ കണക്ക് അനുസരിച്ച് ഇന്ത്യക്കാർ സേവ് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. 100 രൂപ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ 5 രൂപ മാത്രമാണ് സേവ് ചെയ്യപ്പെടുന്നത്. അതെ, വെറും 5 രൂപ. അത് വളരെ വളരെ കുറവാണ്. ഹൗസ് ഹോൾഡ് കടം എന്ന് പറയുന്നത് GDP-യുടെ 38%. അതായത് കൂടുതൽ ലോൺ, കുറഞ്ഞ സേവിങ്സ്, കൂടിയ ഫിനാൻഷ്യൽ സ്ട്രെസ്. ഇത്തരം ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. ഈ പ്രോഡക്റ്റ് എനിക്ക് ആക്ച്വലി ആവശ്യമുള്ള ഒന്നാണോ? ഇത് വാങ്ങേണ്ട ആവശ്യം എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടോ? വെറുതെ ഒരു ഓഫർ കണ്ടതുകൊണ്ട് ഞാനത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി മാത്രം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. സോ കൃത്യമായിട്ട് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക. പ്രൈസ് ഹിസ്റ്ററി, ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഓഫർ ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.